ഹലോ, ഞായറാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് നല്ല ചിക്കൻ കറിയും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ഊണ് കഴിച്ചിട്ട് കൈയും കഴി നേരെ പുറപ്പെട്ടത് മാലുമയിലേക്കാണേ, എൻ്റെ വീട്ടിലേക്ക്. ഇവിടത്തേക്കുള്ള ആഗമനോദ്ദേശം പതിവ് പോലെ തന്നെ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങൾ ഇവിടെയായിരുന്നു രണ്ടുപേരും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ. ചെന്നപ്പോൾ കണ്ട കാഴ്ച 4 ആത്മാക്കൾ പരസ്പരം ആശ്ലേഷിപ്പിച്ച് ദുഃഖം പങ്കിടും. കയ്യിൽ ബൊക്കെയൊക്കെ ഏന്തി നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങളെ സ്വീകരിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വിളിക്കാനായിട്ട് ചെന്ന 2 ആൾക്കും അല്ല 4 ആൾക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. തുണി പൊക്കി കാണിച്ചല്ലേ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ സംഘടനത്തിൽ കിട്ടിയ മെഡൽ കാണിച്ചതാണ്. അതാണ് ആർട്ടെങ്കിൽ ഇതാണ് കേട്ടോ ആർട്ടിസ്റ്റ്. ഇരട്ടകളാ. അതേപോലെ തന്നെ ബാക്കി അറിയാലോ. പോവാനെല്ലാം റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴാണ് പുറവശത്ത് കമ്പിളിമരത്തിൽ കമ്പിളി നാരങ്ങ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തോട്ടി എനിക്ക് അതിന് മേലെ എത്തത്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും നീളമുള്ള ആളെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഞാനതങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ദാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് റാഞ്ചിക്കൊണ്ട് പോയി. ഈ വക സാധനങ്ങൾ ഈ സാധനത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പൊക്കി നോക്കിയിട്ട് ഒട്ടും വെയിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഉമ്മിയുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കോവയ്ക്ക കൂടെ പറിച്ചെടുത്ത് നാളെ വിഴുക്ക് വരട്ടാനായിട്ടേ എൻ്റെ തലയോ ഉടലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ട് അതിന് താഴെ ഞാൻ ഉടായ്പ ചാനലിൽ കമന്റ് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എൻ്റെ പിതാവാണത്. എന്തായാലും ഞാൻ ആ ചലഞ്ച് അങ്ങ് സ്വീകരിച്ചു. തലയും ഉടലും നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടേ. കല്യാണത്തിന് കൂട്ടാതെ പോയ പരാതി ഒഴിവാക്കാൻ വാങ്ങിക്കൊടുത്ത പാഴ്സൽ ബിരിയാണി എടുത്ത് വണ്ടി വെച്ചു. അന്നേരം കഴിക്കാൻ തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല, വിഷമം കൊണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇറങ്ങാൻ നേരത്തുള്ള സ്ഥിരം കലാപരിപാടികളായ കെട്ടിപ്പിടുത്ത, ഉമ്മ ഉടുപ്പ്, യാത്രയൊഴിപ്പ്, അതേപോലെ ടാറ്റ പറയൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 ആളും വന്ന് വണ്ടി കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നേ. ഒരാളാണെങ്കിൽ കയ്യിരുന്ന ബൊക്കയും പൂവും എല്ലാം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് നാളത്തേക്ക് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരാളാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആഹാരം കഴിക്കാനിരുന്നു. അപ്പോഴും പെങ്ങളെ വിളിക്കാൻ മറന്നില്ല. ഈ വക കാര്യങ്ങളിൽ 2 ആളും നല്ല കൂട്ടാണ്.